നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒക്കെ ഈ FM റേഡിയോ സൗകര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പാട്ട് കേട്ട് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ സ്ക്രീനൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് FM റേഡിയോകളിലൂടെ നമുക്ക് പാട്ട് കേട്ട് ഉറങ്ങാനും യാത്ര ചെയ്യാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ FM സൗകര്യം സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള FM സൗകര്യത്തിൽ നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമുക്ക് FM റേഡിയോ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് നമുക്കൊരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ട് അതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ സമയത്തേക്ക് പാട്ട് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓഫ് ചെയ്യിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഡാൻസ് മോഡിങ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകളുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇപ്പോൾ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഒരുപാട് റേഡിയോകളുണ്ട്. ക്ലബ് FM ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോ മാംഗോ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടുമിക്ക റേഡിയോകൾ മുഴുവൻ നമ്മുടെ ഫോണിനകത്ത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ റെഗുലർ 2 എന്നുള്ള ഈ കാറ്റഗറിയിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാനലുകൾ MP3 ആയിട്ട് കേൾക്കാൻ സാധിക്കും. ഏഷ്യാനെറ്റ് 24 തുടങ്ങി നമുക്ക് വാർത്തകൾ നൽകുന്ന ചാനലുകൾ, മലയാളത്തിലെ മുഴുവൻ ചാനലുകളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോമഡി ഷോകളുള്ള ഓരോ ചാനലുകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആകാശവാണി എന്നുള്ളത്. നമുക്ക് നമ്മുടെ ആകാശവാണി നിലയത്തിലുള്ള മുഴുവൻ വാർത്താ വിശേഷങ്ങളും കാണാൻ സാധിക്കും. മഞ്ചേരി FM, അതുപോലെ തന്നെ ആകാശവാണി കോഴിക്കോട്, കണ്ണൂർ തുടങ്ങി ഒരുപാട് ആകാശവാണി വാർത്തകളും FMകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസികളായ ആളുകൾക്ക്, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ തുടങ്ങിയിട്ടുള്ള എല്ലാ വിശ്വാസികളും അവരുടേതായിട്ടുള്ള റേഡിയോകളും ചാനലുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകളിലുള്ള റേഡിയോകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ ഞാൻ റേഡിയോ മാംഗോ ക്ലിക്ക് ചെയ്യാണ്. റേഡിയോ മാംഗോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും റേഡിയോ മാംഗോയുടെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്താൽ പാട്ട് കേൾക്കാനും സാധിക്കും. ഇവിടെ സൗണ്ട് ഈ ഭാഗം ഈ ലൈൻ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലുകൾ നമുക്ക് ഫേവറേറ്റ് എന്നുള്ള ഈ ഹേർട്ടിൻ്റെ ചിഹ്നത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് ഭാഗത്ത് വളരെ വേഗത്തിൽ നമുക്ക് അത്തരം ചാനലുകൾ കണ്ടെത്താൻ സാധിക്കും. ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാൻ, അതുപോലെ തന്നെ ഫേവറേറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫേവറേറ്റിലേക്ക് നമുക്ക് മാറ്റിയാൽ വളരെ വേഗത്തിൽ ഫേവറേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഓരോ പാട്ടുകൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടുകൾ കണ്ടെങ്കിൽ അതിവിടെ വെച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ ഡാൻസിങ് മോഡ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്ക്രീനിൽ ഡാൻസ് മോഡ് പോലെ വ്യത്യസ്ത കളറുകളിൽ ഇങ്ങനെ ഡാൻസ് കളിക്കും. വേണ്ടെങ്കിൽ ഡാൻസിങ് മോഡ് ഓഫ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഐക്കണുകളും ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യവും ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് കാണാനുള്ള സൗകര്യം, അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഞാനൊക്കെ സാധാരണ ഉപയോഗിക്കുന്നൊരു ഫീച്ചറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ നമുക്കൊരു ക്ലോക്കിൻ്റെ ചിഹ്നം കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് കിടന്നുറങ്ങുന്ന ആളാണ്, നിങ്ങൾക്കൊരു 30 മിനിറ്റ് സമയത്തേക്ക് പാട്ട് ഒരു FM റേഡിയോ ഓൺ ചെയ്ത് വെച്ച് കിടന്നാൽ 30 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുമെന്നാണെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ FM റേഡിയോ അങ്ങ് ഓഫായി പോകും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വേണമെങ്കിൽ 30 മിനിറ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെറ്റ് എന്നുള്ള ഈ റെഡ് മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. പാട്ട് കേട്ട് ഉറങ്ങുന്ന ആളുകൾ ഇതുപോലെ ടൈം സെറ്റ് ചെയ്ത് 1 മണിക്കൂറൊക്കെ വെച്ച് കിടന്നാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ FM അങ്ങ് ഓഫാകുകയും നിങ്ങൾ ഉറക്കത്തിൽ അറിയാതെ കേൾക്കുന്ന ആ ഒരു പ്രശ്നം, അറിയാതെ റേഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രത്യേക കാര്യം കൂടി ഓർക്കേണ്ടതിന് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം വേണമെന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.